ചാനൽ. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് വീണ്ടും ഒരു റീസെറ്റ് വ്ളോഗ് പോലെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ഞാനൊരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു സ്ഥലം തന്നെയാണ്, നമ്മുടെ മക്കത്തേക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉംറയൊക്കെ ചെയ്ത് വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. അതേപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു ഡെസ്കിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഡെസ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു റീസെറ്റ് വ്ളോഗ് പോലെയൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഇനി നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഇട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയാണ് ഗൈസ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു സ്കെച്ച് ഹോൾഡറിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ അവിടെ തന്നെ വെക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയതൊന്നും ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഈ ഒരു 2026 തുടങ്ങിയിട്ട് ജാനുവരി പകുതി ആയിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ഇതുവരെ കലണ്ടറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഷോർട്സിലായിട്ട് ഇടുന്നുണ്ടാവും. ഇപ്പം ഞാൻ എന്തായാലും കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് കാലണ്ടേഴ്സ് ഡേറ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അങ്ങനെ ഇത് ഞാൻ പകുതിയൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജേർണലിംഗ് ആണ്. പിന്നെ ഈ ഒരു ജേർണലിംഗ് എന്താ വെച്ചാൽ 2025 ഞങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു 2025 റിക്കാപ്പ് പോലെയൊക്കെ ആയിട്ട് എഴുതുന്ന ഒരു ജേർണലിംഗ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ജേർണലിംഗ് നമ്മൾ ആ ഒരു 2025 ഡിസംബർ ലാസ്റ്റ് ഡേക്ക് ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അപ്പം ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് അത് ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങളും ഇത്രയും ദിവസങ്ങളായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് മോട്ടിവേഷനായിട്ട് നിങ്ങളും ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഈ ഒരു ജേർണലിംഗ് ആയിട്ട് എങ്ങനെയുണ്ടെന്നിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക. നമ്മളിവിടെ ജേർണലിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇയറിൽ അച്ചീവ് ചെയ്ത ഗോൾസ്, അതേപോലെ തന്നെ അച്ചീവ് ചെയ്യാത്ത ഗോൾസ്, അങ്ങനത്തെ കുറേ ഗുഡ് തിങ്സ് ബാഡ് തിങ്സ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ എഴുതി വെക്കുന്ന ഒരു ജേർണലിംഗ് പോലെയാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലുള്ള നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ജേർണലിംഗിൽ എഴുതാറുള്ളത്. പിന്നെ എനിക്ക് വിശന്നപ്പോൾ പോയിട്ടൊരു മാഗൊക്കെ ഉണ്ടാക്കി കഴിച്ചു വന്നു. എന്നിട്ട് നമ്മളിത് 2026ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടാക്കിയിട്ടില്ല, എന്ത് കവർ പേജ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കവർ പേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഇതും നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പേപ്പറിൽ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഈ ഒരു ബുക്കിലോട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ 2026 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള 2 ജേർണലിംഗിലും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എന്നിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലായിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.